ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹോളായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യം നമ്മൾ പിക്ക് ചെയ്തിരിക്കുന്നത് മൊത്തം സമ്മറിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള, അതിൽ കോട്ട് സെറ്റ് ഉണ്ട്, 3 പീസിൻ്റെ ഉണ്ട്, സിംഗിൾ കുർത്തീസ് ഉണ്ട്, അങ്ങനെ വെറൈറ്റി കളക്ഷൻസ്. അതിൽ ഒരെണ്ണം നമ്മൾ വാഷ് ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു റിവ്യൂ കൂടിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പുതിയതായിട്ട് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഷെൽമി. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് കോട്ട് സെറ്റ് വെച്ചിട്ട് തുടങ്ങാം അല്ലേ. കോട്ട് സെറ്റ് വരുന്നത് 2 പീസിൻ്റെ ഒരു സെറ്റാണ്. നല്ല അടിപൊളി ഒരു റസ്റ്റ് കളറും ഓറഞ്ചും പീച്ചും വൈറ്റും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു അടിപൊളി ഷെയ്ഡ്, ഒരു ബ്രൈറ്റ് കളറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടോപ്പ് വെച്ചിട്ട് തന്നെ തുടങ്ങാം. ടോപ്പ് നോക്കുകയാണെങ്കിൽ കോളർ നെക്കാണ്. യോക്കിൽ പ്രത്യേകിച്ച് അങ്ങനെ വർക്കൊന്നുമില്ല. ഫ്രണ്ടിൽ മൊത്തം നമുക്കിങ്ങനെ ഒരു ബട്ടൻ്റെ ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ ഓവറോൾ പോയിട്ടുള്ളത്. അതേപോലെ തന്നെ പ്രിൻസ് കട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അതോടെ തന്നെ നല്ല ഷേപ്പിൽ കിടക്കുകയും ചെയ്യും. 3/4 ആണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രിൻറ്റ് തന്നെയാണ് ബാക്കിലും ഫ്രണ്ടിലും എല്ലായിടത്തും പോയിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് ഒരു 3 ഷെയ്ഡ് അങ്ങോട്ട് അവൈലബിൾ ആണ്. ഒരു ബ്ലൂ, അതുപോലെ ഗ്രീൻ, അങ്ങനെ എന്തൊക്കെയുണ്ട്. പക്ഷെ എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമായി. നല്ല ഷെയ്ഡ് വൈസ് നല്ലതാണ്. പിന്നെ പ്രിൻസ് കട്ട് ഫ്രണ്ടിൽ മാത്രമല്ല ബാക്ക് സൈഡിലും പ്രിൻസ് കട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണ പ്രിൻസ് കട്ട് എന്നൊക്കെ പറയുമ്പോൾ ഫ്രണ്ടിൽ മാത്രം, ബാക്കിലാകുമ്പോൾ പ്ലെയിൻ ആയിട്ട് കിടക്കും. ഇതങ്ങനെയല്ല, ഫ്രണ്ടും ബാക്കും ഒരേപോലെ ആയതുകൊണ്ട് തന്നെ നല്ല ഷേപ്പിൽ നല്ല ഒരു ബോഡി നമുക്ക് ശരിക്കും എടുത്ത് കാണിക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതൊരു എ ലൈൻ പോലെയാണ്. അത്യാവശ്യം ഫ്ലയർ ഉണ്ട്. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു ഹൈലോ പാറ്റേൺ ആണ് അടിയിലേക്ക് വരുമ്പോൾ കേട്ടോ. ഒരു ഹൈലോ പാറ്റേൺ ആയിട്ടാണ് വരുന്നത്. ഫ്രണ്ടിൽ കയറിയിട്ടും ബാക്കിൽ ഇറങ്ങിയിട്ടും അങ്ങനെ ഒരു മോഡലാണ് ഇത് വരുന്നത്. കോട്ട് സെറ്റാണ്. പിന്നെ സൈസ് ഞാൻ മേടിച്ചിരിക്കുന്നത് ലാർജ്. പിന്നെ ഇത് ഒരു കോട്ടൺ ബ്ലെൻഡഡ് മെറ്റീരിയൽ, ഒരു പോളിസ്റ്റർ മിക്സ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ. എന്നാൽ ചൂട് കാലത്ത് ഇടാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വല്ലാണ്ട് അങ്ങനെ ചൂട് എടുക്കുന്ന ഒരു പ്രശ്നം ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ കംഫർട്ടബിൾ ആണ്. പക്ഷെ നമ്മൾ ഈ നോർമൽ നല്ല റയോണൊക്കെ ഇടുമ്പോൾ അല്ലെങ്കിൽ നല്ല കോട്ടൺ ഇടുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഇല്ല. പക്ഷെ എന്നാലും ഒരു പോളിസ്റ്റർ മിക്സ് ആണ്. പക്ഷെ കംഫർട്ടബിൾ ആണ്. നമ്മുടെ ബോഡിയിൽ നല്ല ഷേപ്പിൽ നല്ല ഒരു ഡിഫറെൻറ്റ് ലുക്ക് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ ഈ ഒരു കോട്ട് സെറ്റ് ഇട്ടപ്പോൾ. ഇനി ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ടുള്ള പാൻറ്റും സെയിം മെറ്റീരിയൽ തന്നെയാണ്. വേസ്റ്റ് പോർഷൻ നോക്കുകയാണെങ്കിൽ ഫുള്ളി എലാസ്റ്റിക് ആണ് വരുന്നത്. ഇത് അടിയിലത്തെ പോർഷനിൽ ഇത്രയ്ക്ക് വിടുത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ മെറ്റീരിയൽ എനിക്ക് അത്ര വലിയ ഇതൊന്നും തോന്നിയിട്ടില്ല. എന്നാലും വീണ്ടും പറയാണ്, പോളിസ്റ്റർ മിക്സ് ആണ്, അതുകൊണ്ട് എടുത്തെടുത്ത് പറയുന്നു. പക്ഷെ ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാൻ കോട്ട് സെറ്റ് അങ്ങനെ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ലല്ലോ കൂടുതൽ ഇങ്ങനെ എത്നിക് വെയർസ്. പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഞാൻ കോട്ട് സെറ്റ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഇട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി അടുത്തൊരു സെറ്റിലേക്ക് കിടക്കാം. അടുത്തൊരു കളക്ഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ. ജനശ്രയ ബ്രാൻഡിൻ്റെ ഒരു സിംഗിൾ കുർത്തിയാണ് വരുന്നത്. ഓവറോൾ ഒരു കുർത്തിയാണ്. ഇതിൽ പാൻറ്റോ ദുപ്പട്ടോ ഒന്നും വന്നിട്ടില്ല. ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട്. അതുപോലെ തന്നെ യോക്കിൽ ഒരു ചെറിയൊരു ടെസൽസ് പോലെ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഓവറോൾ പ്രിൻറ്റ് വന്നിരിക്കുന്നത്. ഒരു ഇക്കത്ത് സ്റ്റൈൽ പ്രിൻ്റാണ് ഇതിൽ ഓവറോൾ വന്നിരിക്കുന്നത്. 3/4 ആണ് ഇതിൻ്റെ സ്ലീവിലാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. അതിൻ്റെ കൂടെ ഒരു ഡിഫറെൻറ്റ് തുണി വെച്ചിട്ട് ഒരു പാച്ച് വർക്ക് ചെയ്തിട്ട് അതിലൊരു പൈപ്പിങ്ങിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ലെങ്ത് അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഇതിൽ ഫുൾ ലെങ്ത്ത് നന്നായിട്ട് സാധാരണ കുർത്തിയിൽ കാണുന്നേക്കാളും വിട്ടിട്ട് ലെങ്ത്ത് കൂടുതലാണ്. ഇതിൻ്റെ എൻഡിൽ നോക്കുകയാണെങ്കിൽ എൻഡിലും ഇതുപോലെ ഒരു പാച്ച് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ലെങ്ത്ത് കൂടുതൽ വേണ്ടാന്ന് വെച്ചാൽ ഇത് പാച്ച് വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കിതൊന്നും ഇങ്ങനെ ഊരണമെങ്കിൽ ഊരാം, അല്ലെങ്കിൽ ഇങ്ങനെ മടക്കി വെച്ചാലും നമ്മുടെ കാര്യം നടക്കും. ഇതാ തുണി നല്ലതാണ്, കോട്ടൻ്റെ മെറ്റീരിയൽ. അപ്പോൾ ഇങ്ങനെ ഒരു ഇതായിട്ട് ഫീൽ ചെയ്യും എൻഡ് പോർഷനിൽ. ഇനി ഇത് വേണ്ട, ലെങ്ത്ത് ഹൈറ്റ് കൂടുതലുള്ളവരാണെങ്കിൽ ഒന്നും ചെയ്യണ്ട, ഇതുപോലെ ഇട്ടാൽ മതിട്ട്. പക്ഷേ നല്ല കംഫർട്ട്. എനിക്ക് തന്നെ ഒരു ആങ്കിൾ ലെങ്ത്ത് ആ ഒരു ലെങ്ത്ത് വരെ വരുന്നുണ്ട്. 5'3" ആണ് ഞാൻ ഹൈറ്റ് വരുന്നത് കേട്ടോ. എനിക്ക് പെർഫെക്റ്റ് ആണ് എൻ്റെ ഇതിൽ വെച്ച് നോക്കുമ്പോൾ. പിന്നെ
ഞാനിതിൽ യൂസ് ചെയ്തിരിക്കുന്ന പാൻറ് എന്ന് പറയുന്നത് ഒരു ലൈക്ര മെറ്റീരിയൽ ആങ്കിൾ ലെങ്ത് പാൻറ്റാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഫുൾ ലെങ്ത് ആയിരിക്കും എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ബെറ്റർ പാൻറ് യൂസ് ചെയ്യുകയാണെങ്കിൽ. ഇത് ആങ്കിളാകുമ്പോൾ ഇതും ലെങ്ത് ഉള്ളതല്ലേ, അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ആങ്കിൾ ലെങ്ത് ഉള്ളത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. മെറൂൺ കളറാണ് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് വൈറ്റോ ബ്ലാക്കോ എന്താണെങ്കിലും യൂസ് ചെയ്യാം, അത് നമ്മുടെ കംഫർട്ടബിൾ. പക്ഷേ ഈ ഒരു കുർത്തിയുടെ മെറ്റീരിയലിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ. കോട്ടൻ്റെ മെറ്റീരിയലാണ്. ജനശ്രയ ബ്രാൻഡ് ലാർജ് ആണ് ഞാൻ മേടിച്ച സൈസ്. ബാക്കിലും ഫ്രണ്ടിലും ഒരേപോലെ ഈ ഒരു ഇക്കത്ത് പ്രിന്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്ലീവും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്ന് വെച്ചാൽ ഒരു ഡിഫറെൻറ്റ്, നമ്മൾ സാധാരണ ഇടുന്ന കുർത്തിനേക്കാളും വിട്ടിട്ട് കുറച്ചുകൂടിയും എന്തെങ്കിലും ഒരു ഡിഫറെൻറ്റ് നമുക്ക് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അടിപൊളി അല്ലേ. പിന്നെ ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു പാച്ച് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ്, അങ്ങനെ ഒരു ഫീലിംഗ് വേണ്ട. ബാക്കിലും ഫ്രണ്ടിലും ഒരേപോലെ തന്നെ നമുക്ക് ഈ ഒരു വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. അതിനനുസരിച്ചിട്ട് റേറ്റും ഉണ്ട്. പിന്നെ സെയിലുള്ള സമയത്തൊക്കെ നമുക്ക് മേടിക്കുകയാണെങ്കിൽ റേറ്റൊക്കെ നന്നായിട്ട് കുറച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്കൊരു സൈസ് വരുന്നത്. നല്ല എനിക്ക് ഇത് വീണ്ടും എടുത്ത് പറയാൻ തോന്നിച്ചില്ലേ, നല്ല കട്ടിയുള്ള സംഭവം, നല്ല ഇത്തിരി കട്ടിയുണ്ട്. കോട്ടൻ്റെ മെറ്റീരിയലാണ്, നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ യൂസ് ചെയ്യാനായിട്ട്. സെയിം ജനശ്രയ ബ്രാൻഡിൻ്റെ തന്നെ ഒരെണ്ണോടി ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ റിവ്യൂ ആണ് പറയുന്നത്. ഇത് ഞാൻ ഇതിന് മുന്നും വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും ജനശ്രയ ബ്രാൻഡിൻ്റെയാണ് എൻ്റെ ഒരു ഓർമ്മ. ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. ഇപ്പോൾ നേരത്തെ കണ്ടത് നമ്മൾ കുറച്ച് കട്ടിയുള്ള മെറ്റീരിയൽ ആയിരുന്നു. ഇത് അങ്ങനെ കട്ടിയില്ല, ഭയങ്കര സോഫ്റ്റ് ലൈറ്റ് വെയിറ്റ് മെറ്റീരിയൽ വരുന്നതാണ്. ഇതിന് മുന്നത്തെ ഞാൻ കുറേ നാൾ മുന്നേ ഏകദേശം ഒരു കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ ഇത് യൂസ് ചെയ്ത് തുടങ്ങണം. പക്ഷേ ഇതുവരെ അതിങ്ങനെ കംപ്ലൈൻ്റ് ഒന്നും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഇതിന് തന്നെ ഒരു ഡിഫറെൻറ്റ് ലുക്കാണ് കേട്ടോ. സ്ട്രേറ്റ് കുർത്തിയാണ് ഓവറോൾ വന്നിരിക്കുന്നത്. പക്ഷേ ഈ ഒരു യോക്കിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു പിൻടെക്സ് പോലെയൊക്കെ ഒരു മോഡലാണ് ചെയ്തിരിക്കുന്നത്. പിൻടെക്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരിക, ഇത് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുണിയും നന്നായിട്ടുണ്ട്, വിരിവുണ്ട്. അതുപോലെ നടുക്കിൽ മൊത്തം ബട്ടൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് നോക്കുകയാണെങ്കിൽ ഫുൾ ഒരു 3/4 ഒന്നും പറയാൻ പറ്റില്ല, ഒരു ഫുൾ സ്ലീവിൻ്റെ അത്രയ്ക്ക് വരുന്നുണ്ട്. ബലൂൺ സ്ലീവ് പോലെയാണ്. ഇത് എലാസ്റ്റിക് ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു വിരിഞ്ഞിങ്ങനെ നിൽക്കും ആ ഒരു കയ്യിൻ്റെ പോർഷൻ. ജനശ്രയ ബ്രാൻഡ് ലാർജ് ആണ് മേടിച്ചിരിക്കുന്ന സൈസ്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഈ ഒരു മെറ്റീരിയൽ കേട്ടോ. അപ്പോൾ ഇനി വാഷ് ചെയ്തിട്ട് കളർ പോയോ, പോയിട്ടുമില്ല, ഒരു സ്ട്രിങ് ആയിട്ടുമില്ല. നല്ല കംഫർട്ടബിൾ ആണ്. എൻ്റെ ഭാഗത്തുനിന്നത് ഹൈലി റെക്കമെൻഡ്. ഇല്ലാത്തതാണെങ്കിൽ ഇല്ല എന്ന് പറയും, ഉള്ളതാണെങ്കിൽ ഉള്ളതെന്ന് പറയും. അപ്പോൾ ഇത് ധൈര്യമായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു കളക്ഷനാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു സെറ്റിലേക്ക് കിടക്കാം. അടുത്തത് 3 പീസിൻ്റെ ഒരു കോൺസെപ്റ്റാണ് വരുന്നത്. 3 പീസിൽ ബ്ലാക്ക് ആൻഡ് ഒരു ബേജ് കളർ എല്ലാം കൂടി മിക്സ് ആയിട്ട് സ്ട്രേറ്റ് കുർത്തിയാണ് കേട്ടോ വരുന്നത്. സ്ട്രേറ്റ് കുർത്തിയിൽ വീനെക്കാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അതേപോലെ ഈ കാണുന്നത് ലേസ് വർക്കാണ് കേട്ടോ. പാച്ച് വർക്ക് ചെയ്തിട്ട് ലേസ് അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ്. ഹാൻഡ് വർക്കോ മെഷീൻ വർക്കോ ഒന്നുമല്ല. സ്ലീവ് നോക്കുകയാണെങ്കിൽ 3/4 സ്ലീവിൻ്റെ എൻഡിലും ഈ ഒരു ലേസിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സെയിം പ്രിൻറ്റ് തന്നെ ബാക്കിലും ഫ്രണ്ടിലും എല്ലായിടത്തും പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ പാൻറ്റ് സെയിം മെറ്റീരിയൽ തന്നെയാണ്. കോട്ടൺ മിക്സ് ആണ് കേട്ടോ. കോട്ടൺ ബ്ലെൻഡ് പോളിസ്റ്റർ മിക്സ് ആണ് ഈ ഒരു മെറ്റീരിയൽ. പ്യുവർ കോട്ടൺ അല്ല വരുന്നത്. പാൻറ്റ് നോക്കുകയാണെങ്കിൽ സെയിം മെറ്റീരിയൽ തന്നെയാണ്. വേസ്റ്റ് പോർഷനിൽ ഫുള്ളി എലാസ്റ്റിക്, അതുപോലെ തന്നെ എൻഡ് പോർഷനിൽ ഇത്രയ്ക്ക് വിടുത്ത് വരുന്നുണ്ട്. ഓവറോൾ സെയിം മെറ്റീരിയൽ ആണ് ഇത് രണ്ടിന്. പക്ഷെ ഇതിൻ്റെ ദുപ്പട്ട ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. ദുപ്പട്ട നോക്കിയിട്ട് കാര്യമില്ലല്ലോ അല്ലേ. അത് മൽമൽ കോട്ടൻ്റെ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത്. എനിക്കിതിന് വർക്കൊക്കെ ഇഷ്ടമായിട്ടോ. നല്ല പ്രിൻ്റൊക്കെ കണ്ടു, എന്ത് രസമാണ് കാണാനായിട്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഓവറോൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ബേജിൽ ബ്ലാക്ക് ഒക്കെ വന്നപ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഈ ഒരു ദുപ്പട്ട. മൽമൽ കോട്ടൺ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത്. ഇതാവുമ്പോൾ ടോപ്പും ബോട്ടം വരുന്നത് കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളക്ഷനാണ് കേട്ടോ. ഇതിൽ ഏതാ ബ്രാൻഡ് ഇതിൽ നോക്കേണ്ടി വരും.
ആരായന പുതിയ ബ്രാൻഡാണല്ലോ നമ്മൾ മേടിച്ചത് അല്ലേ. ഞാനിത് ഫോട്ടോ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അങ്ങനെ മേടിച്ചിട്ടുള്ളതാണ്. നമ്മൾ സ്ഥിരം മേടിക്കാത്ത ഒരു ബ്രാൻഡാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കാണിച്ചതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി. ഇതിൽ കളർ ചേഞ്ച് ഒന്നും ഇല്ല, പക്ഷേ 3XL സൈസ് വരെ അവൈലബിൾ ആണ്. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് ആമസോൺ സൈറ്റിലേക്ക് പോകും. അപ്പോൾ ആമസോണിൽ നിന്ന് സാധാരണ നമ്മൾ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത് അതേപോലെ തന്നെ പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്, ഓൺലൈൻ ഫെസിലിറ്റീസ് ഉണ്ട്. നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാം, ആമസോൺ പേ ത്രൂ ചെയ്യാം, കാർഡ് ത്രൂ പേ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും പേ ചെയ്യാം. നമ്മുടെ വീട്ടിലേക്ക് സംഭവം ഇത് എത്തിയിരിക്കണം. നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു 7 ഡേയ്സോ 10 ഡേയ്സിൻ്റെ ഉള്ളിൽ ഇപ്പോൾ റിട്ടേൺ പോളിസി കുറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ എന്ന് പറയുമ്പോൾ 1 മാസമായിരുന്നു നമുക്ക് റിട്ടേൺ ഓപ്ഷൻ. പക്ഷേ ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഒരു 10 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് പറ്റിയില്ലെങ്കിൽ അത് റിട്ടേൺ ചെയ്യണം, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാമെന്നുള്ള ചില ബ്രാൻഡെന്ന് വെച്ചാൽ നമുക്ക് എക്സ്ചേഞ്ച് ഓപ്ഷൻസും ഉണ്ടാവില്ല, ചിലതിൽ റിട്ടേൺ. പക്ഷെ എന്നാലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കത് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ പൈസ നമുക്ക് റീഫണ്ട് വന്നതിന് ശേഷം നമുക്ക് വീണ്ടും നമ്മുടെ സൈസിലേക്ക് വേറെ ഓർഡർ ചെയ്യാവുന്നതാണ്. അതൊന്നും പ്രശ്നമുള്ള കേസൊന്നുമല്ല കേട്ടോ. അപ്പോൾ അടുത്തത് നോക്കുകയാണെങ്കിൽ ജനശ്രയ ബ്രാൻഡിൻ്റെ തന്നെയാണ്. ജനശ്രയ ബ്രാൻഡിൻ്റെ ഈ ഒരു പാറ്റേൺ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള പാറ്റേൺ ആണ്. അതുപോലെ ജനശ്രയക്കാരാണ് ഫസ്റ്റ് ഈ പാറ്റേൺ ഇറക്കിക്കണം എനിക്ക് തോന്നുന്നു. ഇതിന് മുന്നേ ഇവരെ ഇറക്കിക്കണത് ജോർജറ്റ് മെറ്റീരിയലിൽ ചെറിയ ബൂട്ട വർക്കൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ വർക്കിലൊക്കെയാണ് ഫസ്റ്റ് ഇറക്കിയത്. അതും നല്ല കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ. അതും ഈ ചൂട് കാലത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ജോർജറ്റ് ആണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാണ്ടിരിക്കുക, അങ്ങനെയല്ല. അതും ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇനി കംഫർട്ടബിൾ ആവാനുള്ള റീസണും കൂടി പറയാം. ഇതിൻ്റെ യോക്കിൻ്റെ ആ ഒരു ബ്രസ്റ്റിൻ്റെ അവിടെ നിന്നാണ് ഈ ഒരു ഫ്രിൽ വർക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ലൂസ് ആൻഡ് കംഫർട്ടബിൾ. പ്രഗ്നൻറ്റ് ലേഡിക്ക് വരെ നമുക്കിത് യൂസ് ചെയ്യാം. ഈ ഒരു പാറ്റേൺ അത്രയും കംഫർട്ടബിൾ ആണ്. തുണി അത്യാവശ്യം നന്നായിട്ട് വിരിവോട് കൂടിയിട്ടാണ് ഈ ഒരു തുണി വന്നിരിക്കുന്നത്. പാറ്റേൺ ആണ് എനിക്ക് ഇഷ്ടമായത്. ഇപ്പോഴത്തെ സമയത്തൊക്കെ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. യോക്കിൽ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല. ഇങ്ങനെ സെയിം ഈ ഒരു പ്രിന്റ് തന്നെയാണ്. സ്കൈ ബ്ലൂവിൽ വൈറ്റ് കളർ വീനെക്കാണ്. ആ ബ്രസ്റ്റ് പോർഷൻ്റെ മുകളിൽ നിന്നാണ് കേട്ടോ ഈ ഒരു ഫ്രില്ല് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര ഫ്ലയറും ഭയങ്കര കംഫർട്ടബിളും ആയിരിക്കും. നടുക്കിന് ഇങ്ങനെ ഒരു ബട്ടൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. എൻഡിൽ ഈ ചെറിയൊരു സ്ലിറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് കോട്ടൺ മെറ്റീരിയൽ, ലൈറ്റ് വെയ്റ്റ് കോട്ടൺ ആണ്. ഭയങ്കര കംഫർട്ടബിൾ ആണ്. എടുത്തിട്ട് പറയാം കേട്ടോ. ബാക്കിൽ ഫ്രണ്ടിൽ മാത്രമല്ല ബാക്കിലും ആ ഒരു ഫ്രിൽ വർക്കോട് കൂടിയിട്ടാണ്. അപ്പോൾ അത്രയും തുണി കയറിയിട്ടുണ്ട് കേട്ടോ. ഫുൾ വിരിവോട് കൂടിയിട്ട് നല്ല കാറ്റൊക്കെ കൊണ്ട് സുഖമായിട്ട് ഇത് പുറത്തേക്കൊന്നും ഇടാൻ പറ്റിയില്ലെങ്കിൽ തന്നെ നമുക്ക് വീട്ടിലെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അത്രയും കംഫർട്ടബിൾ ആണ് ഈ ഒരു മെറ്റീരിയൽ. പാറ്റേൺ വൈസും നോക്കുകയാണെങ്കിൽ ഇനി ഇത് എൻ്റെ കൂടെ നമുക്കിപ്പോൾ പാൻറ്റ് ലെഗിൻസോ എന്ത് വേണമെങ്കിലും നമുക്ക് പെയർ ചെയ്യാം. പക്ഷേ ഞാൻ യൂസ് ചെയ്തത് ഈ ഒരു ഈ ഒരു പാൻറ്റാണ് കേട്ടോ. ഇത് റയോണിൻ്റെ മെറ്റീരിയലാണ്. ഇതും കംഫർട്ടബിൾ ആണ്. ഇപ്പം ഇനിയിപ്പോൾ ലെഗിൻസ് ഒക്കെ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ടൈറ്റ് അല്ല, അല്ലെങ്കിൽ ആങ്കിൾ അല്ലെങ്കിൽ പാൻറ്റൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ചൂട് കാലത്തൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ ചൂടല്ലേ, അപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള പാൻറ്റ് ആയിരിക്കും നല്ലതെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് പെയർ ചെയ്തു കേട്ടോ. ഇത് 3 ടയർ ആയിട്ടുള്ള ഇങ്ങനെ കൂട്ടപ്പട്ടി വർക്കൊക്കെ ആയിട്ടുള്ള ഒരു പാൻറ്റ് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ലൂസ് മോഡലാണ് കിടക്കുന്നത്. ഓവറോൾ ഇത് ഒരു ലൂസി ഫിറ്റ് ആ ഒരു ടൈപ്പാണ്. ലാർജാണ് ഞാൻ മേടിച്ചിരിക്കുന്ന സൈസ്. പാൻറ്റ് ആയാലും ലാർജ് തന്നെ ആയിരിക്കണം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടെ. ഇതിൽ ലാർജ് ആണോ എക്സൽ ആണോ എന്ന് എഴുതിയിട്ടില്ല. അപ്പോൾ മിക്കതും ലാർജ് അല്ലെങ്കിൽ എക്സൽ അതായിരിക്കും പാൻറ്റിൻ്റെ സൈസ്. ടോപ്പ് എന്നത് ലാർജ്. ടോപ്പ് ഇപ്പം എല്ലാതും കാണിച്ച കുർത്തീസ് എല്ലാതും ലാർജാണ് ഞാൻ പിക്ക് ചെയ്തിരിക്കുന്ന സൈസ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കളക്ഷൻസ്. ഇത് കൂടാണ്ട് ചില ഔട്ട്ഫിറ്റിനൊക്കെ ഞാൻ ചിലതല്ല മിക്കത് തന്നെ ഇട്ടിരിക്കണം തോന്നുന്നുണ്ട്. ഈ ഒരു ഫുട്വെയറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ജുത്തി. ഇത് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ജുത്തിയാണ്. ഒരു ഡിഫറെൻ്റ് ഒരു സ്റ്റൈലല്ലേ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിപ്പോൾ ഒരു ഗോൾഡൻ ഷെയ്ഡാണെങ്കിൽ ഇതിൽ സിൽവറും വരുന്നുണ്ട് കേട്ടോ. 2 ഷെയ്ഡ് വരുന്നുണ്ട്. ഞാൻ മേടിച്ച സൈസ് ഇതിൽ 7, UK സൈസ് 40 സംതിങ്. യെസ് 40. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നല്ല കംഫർട്ടബിൾ ആണ് ഇത് നമുക്ക്. പക്ഷേ
പുറത്തേക്കൊക്കെ ആദ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈ ഒരു ഫങ്ഷൻ അങ്ങനത്തെ ആവശ്യത്തിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം ഇത് ഞാനിത് യൂസ് ചെയ്തപ്പോൾ കുറേ ഒരു 1 day ഫുൾ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഇവിടെ കാല് വെച്ചപ്പോൾ കുറച്ചൊക്കെ വേദന പോലെ ഫീൽ ചെയ്തു. പക്ഷെ നമുക്ക് ഒരു 2 hours 3 hours ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്ത് തിരിച്ചു വരാമെന്നൊക്കെ പറയുമ്പോൾ നല്ലതായിരിക്കും കേട്ടോ. അതിനൊന്നും പ്രശ്നമില്ല. ഞാനൊരു ഫുൾ ഡേ ആണ് ഇത് യൂസ് ചെയ്തത്, അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു പ്രശ്നം ഫീൽ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കളക്ഷൻസ്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആമസോണിലേക്ക് പോയി കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഹാപ്പി ഷോപ്പിംഗ്. ഇതുപോലെ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.